ഹായ് ഗായ്സ്, ഞാനിന്നൊരു പാൽ പൊറോട്ട ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്കൊരുമിച്ച് പാൽ പൊറോട്ട ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സബോള, ഒരു 2 പച്ചമുളക്, കുറച്ച് വേപ്പിൻ്റെ ഇല എല്ലാം കൂടിയിട്ട് നന്നായി വഴറ്റിയിട്ട് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, കുറച്ച് ഉപ്പിടുക. നമ്മൾ 1 കിലോ ബീഫാണ് എടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ആ പൊടികളിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ആ വഴറ്റിയിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. ഈ മസാല നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത മസാല ഒരു കുക്കറിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ബീഫ് ഇട്ടതിന് ശേഷം അതിൽ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കും മോനൊക്കെ നല്ല പനിയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഒന്നിനും വയ്യായിരുന്നു, ഒന്നും ചെയ്യാനും വീഡിയോ എടുക്കാനും ഒന്നും വയ്യായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായപ്പോഴാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ എല്ലാവരുടെ അസുഖമൊക്കെ മാറി, എല്ലാവരും ഓക്കെ. അങ്ങനെ കുക്കർ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു സിമ്മിൽ ഒരു 4-5 വിസിൽ വേണം ബീഫ് വേവാൻ. അത് ഓരോ ബീഫിൻ്റെ അനുസരിച്ചിരിക്കും, അതുപോലെ കഷ്ണത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളത് നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് നന്നായി വേവിച്ചെടുക്കുക. വീണ്ടും ഫ്രൈ പാൻ എടുത്താൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 15 ചെറിയ ഉള്ളി ഇടുക. എൻ്റെ കയ്യിൽ അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല, കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ ഒരു സബോള നന്നായി ചെറുതായി അരിഞ്ഞിട്ട് അതിലിടുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ചെറിയ ഉള്ളി മാത്രം ഇട്ടാലും മതി. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ഇടുന്നതാണ് ശരിക്കും ടേസ്റ്റ്. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 2-3 പച്ചമുളക്, കുറച്ച് വേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ചും കൂടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇന്ന് മോനില്ലാത്തൊരു വീഡിയോ ആണ്. അവൻ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ വരുമ്പോഴേക്കും ഞാൻ ബീഫും പൊറാട്ടയും അവന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇടുക. അത് നമ്മൾ നന്നായി വഴറ്റി അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം കുറച്ച് കുരുമുളക്, കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. നമ്മൾ കറി രൂപത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അധികം ഡ്രൈ ആക്കണ്ട. അതെല്ലാം നമുക്ക് നല്ല റോസ്റ്റ് പോലെ, നല്ല ബീഫ് ഫ്രൈ പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പാൽ പൊറോട്ട സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് ആദ്യം ഒരു ചട്ടിയിൽ ഇല വെക്കുക, എന്നിട്ട് ഉണ്ടാക്കി വെച്ച ബീഫ് അതിലിടുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു പൊറോട്ട വെക്കുക. പിന്നെ തേങ്ങാപ്പാലിൻ്റെ കാര്യം ഞാൻ മറന്നു കേട്ടോ. പാൽ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ വേണം. 2 പൊറോട്ടയാണെങ്കിൽ നമുക്ക് ഒരു തേങ്ങയുടെ പാല് വേണ്ടി വരും. കാരണം തേങ്ങാപ്പാൽ കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് ടേസ്റ്റ് കൂടുക. അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ആ പൊറോട്ടയുടെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും ബീഫ് ഇടുക. ബീഫ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു പൊറോട്ട ഇടുക. ആ പൊറോട്ടയുടെ മുകളിൽ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിക്കുക. പിന്നെ കുറച്ച് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ട് അതുകൂടി അതിൻ്റെ മുകളിലായിട്ട് ഇടുക. എന്നിട്ട് അതൊരു മൂടി വെച്ച് അടച്ചു വയ്ക്കുക. എൻ്റെ മൂടി ഇത്തിരി വലിപ്പം കൂടുതലായി പോയി കേട്ടോ. ആ പാലൊന്ന് സെറ്റായി നല്ല ആവി വരുന്നത് വരെ ഒരു 5 മിനിറ്റ് സിമ്മിൽ വെക്കുക. എന്നതിന് ശേഷം തുറന്നിട്ട് അതൊന്ന് കഴിച്ച് നോക്കിയേ, നല്ല ടേസ്റ്റാണ്. നിറയെ തേങ്ങാപ്പാലിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന പൊറാട്ടയും അതിൽ നല്ല കുതിർന്ന് കിടക്കുന്ന നന്നായി വെന്ത ബീഫും കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് ചൂടോട് കൂടി കഴിക്കുമ്പോൾ എന്താ സ്വാദ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്യാൻ ഇന്ന് അക്ഷിതിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ അച്ഛനെയാണ് കിട്ടിയത്. അച്ഛന് ഭയങ്കര ചമ്മലുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലാതെ പറഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.